പുരുഷന്മാർ ഒരു സ്ത്രീയെ ശരിക്കും ആഗ്രഹിക്കുമ്പോൾ കാണിക്കുന്ന പൊതുവായ സിഗ്നലുകൾ ഇവയാണ്. എല്ലാവരും ഒരുപോലെയല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ കാണുന്നവ ഇതൊക്കെയാണ്. ശരീരഭാഷ. നിന്റെ ദിശയിലേക്ക് ശരീരം തിരിക്കും, കാലുകളും തോളും നിന്നിലേക്ക്. കണ്ണുകളിൽ നോട്ടം നീണ്ടു നിൽക്കും, പലപ്പോഴും പുഞ്ചിരിയോടെ. നെഞ്ചു വീർപ്പിച്ചു നിൽക്കും, തോളുകൾ വിടർത്തും. ആകസ്മികമായി തൊടും, കയ്യിൽ, തോളിൽ, പുറത്ത്, അരയിൽ. നിന്റെ അടുത്തു വരാൻ എപ്പോഴും കാരണം കണ്ടെത്തും. പേഴ്സണൽ സ്പേസ് കുറയും. മുടി ചീകുകയോ താടി തഴുകുകയോ ചെയ്യും. സംസാരരീതിയും പെരുമാറ്റവും. നിന്നോട് മാത്രം കൂടുതൽ സംസാരിക്കും. ശബ്ദം കുറച്ച് ആഴമുള്ളതാകും. നിന്റെ പേര് പലപ്പോഴും ഉപയോഗിക്കും. ഹേ, നീ ഇന്ന് വളരെ നന്നായിരിക്കുന്നു. നിന്റെ തമാശകൾക്ക് ഉച്ചത്തിൽ ചിരിക്കും. നിന്നെ ടീസ് ചെയ്യും. സ്വന്തം കഴിവുകളെക്കുറിച്ച് പറയും. കാർ, ജോബ്, ജിം, ട്രാവൽ സ്റ്റോറീസ്. ടെക്സ്റ്റിൽ വേഗം റിപ്ലൈ ചെയ്യും. കോൺവെർസേഷൻ നീട്ടിക്കൊണ്ടുപോകും. ഇമോജി കുറവായിരുന്നാലും സ്മൈലി, വിങ്ക്, ഫയർ ഇതൊക്കെ ഉപയോഗിക്കും. സജീവ ശ്രമങ്ങൾ. നിന്നെ കാണാൻ പ്ലാൻ ഉണ്ടാക്കും. വെള്ളിയാഴ്ചൊന്നിച്ച് സിനിമ പോകണ്ടേ? സോഷ്യൽ മീഡിയയിൽ നിന്റെ സ്റ്റോറീസിക്ക് എപ്പോഴും റിപ്ലൈ, കമന്റ് ചെയ്യും. നിന്റെ ഹോബികൾ, ഇഷ്ടങ്ങൾ ഓർത്തുവയ്ക്കും. അതിനെക്കുറിച്ച് ചോദിക്കും. സഹായം വാഗ്ദാനം ചെയ്യും. നിന്റെ ലാപ്ടോപ്പ് പ്രശ്നമുണ്ടോ? ഞാൻ നോക്കിക്കാം. ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാൻ ശ്രമിക്കും. ഗ്രൂപ്പിൽ നിന്ന് മാറ്റി സംസാരിക്കും. കൂടുതൽ വ്യക്തമായ സിഗ്നലുകൾ. വെൻ ഹീസ് റിയലി ഇൻ ടു യു. ഡേറ്റിനെ ഡയറക്റ്റായി ക്ഷണിക്കും. കെട്ടിപ്പിടിക്കാനോ കൈപിടിക്കാനോ ശ്രമിക്കും. രാത്രി ലേറ്റായി മെസ്സേജ് ചെയ്യും, ഫ്ലർട്ടേഷ്യസ് ആയ രീതിയിൽ. നിന്നെ ഇഷ്ടമാണ്, നിന്നോടൊപ്പമുണ്ടാകാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറയും. ഭാവിയെക്കുറിച്ച് സൂചനകൾ തരും. നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? പ്രത്യേകം ശ്രദ്ധിക്കുക. ചില പുരുഷന്മാർ ഷൈ ആയിരിക്കും. അവർ ധാരാളം നോക്കും, പുഞ്ചിരിക്കും, പക്ഷേ ഇനീഷ്യേറ്റീവ് എടുക്കില്ല. അവർക്ക് നീ ഒരു ചെറിയ ഗ്രീൻ സിഗ്നൽ കൊടുത്താൽ മതി. ഫ്രണ്ട് സോൺ ചെയ്യുന്നവർ നിന്നോട് നല്ലോണം ഇരിക്കും, പക്ഷേ പേഴ്സണൽ സ്പേസ് കടക്കില്ല. ഡേറ്റ് പ്ലാൻ ഉണ്ടാക്കില്ല. ആകർഷണം തിരിച്ചറിയുക എളുപ്പമല്ല, പക്ഷേ ഇനി പറയുന്ന പ്രാക്ടിക്കൽ ടിപ്സ് ഉപയോഗിച്ചാൽ 90% കേസിലും നീ തെറ്റുപറ്റാതെ മനസ്സിലാക്കും. സ്ത്രീയായാലും പുരുഷനായാലും ഒരുപോലെ ബാധകമായവ. 1. കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒറ്റ ദിവസം നല്ലോണം ഇരുന്നു, പിറ്റേ ദിവസം ഇല്ല. അതിൽ അട്രാക്ഷനല്ല, മൂഡ് മാത്രം. ആകർഷണമുണ്ടെങ്കിൽ കുറഞ്ഞത് 3-4 തവണയെങ്കിലും ഒരേ ബിഹേവിയർ റിപ്പീറ്റാകും. 2. നിന്നോട് മാത്രം ടെസ്റ്റ്. ഗ്രൂപ്പിലുള്ളപ്പോൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു? നിന്നോട് മാത്രം കൂടുതൽ സംസാരിക്കുന്നു, കൂടുതൽ ചിരിക്കുന്നു, കൂടുതൽ നോക്കുന്നു. സ്ട്രോങ് സൈൻ. 3. ഐ കോണ്ടാക്ട് ട്രയാങ്കിൾ നോക്കുക. സാധാരണ സംസാരിക്കുമ്പോൾ കണ്ണ്, മൂക്ക്, വായ, തിരിച്ച് കണ്ണ്, ട്രയാങ്കിൾ. അട്രാക്ഷൻ ഉണ്ടെങ്കിൽ വായിൽ കൂടുതൽ നേരം നിൽക്കും, ചുണ്ടു നോക്കും, പിന്നെ കണ്ണിലേക്ക് തിരിച്ചു വരും. 4. ടച്ച് ടെസ്റ്റ്. സൂക്ഷ്മമായി ചെയ്യുക. നിന്റെ കയ്യിൽ അല്ലെങ്കിൽ തോളിൽ ആകസ്മികമായി തൊട്ടാൽ അവർ പിൻവലിയുന്നില്ലെങ്കിൽ ഗ്രീൻ സിഗ്നൽ. പിൻവലിഞ്ഞാൽ ഇൻട്രസ്റ്റഡ് അല്ല. 5. ഫോൺ ബിഹേവിയർ ചെക്ക് ചെയ്യുക. 2 മണിക്കൂർ കഴിഞ്ഞിട്ടും റിപ്ലൈ ഇല്ല, പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ്, ലോ ഇൻട്രസ്റ്റ്. നിന്റെ മെസ്സേജ് കണ്ട ഉടനെ റിപ്ലൈ ചെയ്യുന്നു, കോൺവെർസേഷൻ നീട്ടുന്നു, ഹൈ ഇൻട്രസ്റ്റ്. 6. ഫ്യൂച്ചർ പ്ലാൻ ടെസ്റ്റ്. ഗോൾഡൻ റൂൾ. നാളെ എന്താ പ്രോഗ്രാം, വീക്കെൻഡ് എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നിന്നോടൊപ്പമൊന്ന് പോയാലോ എന്ന് തിരിച്ചു ചോദിക്കുന്നു, ഇൻട്രസ്റ്റഡ്. ഒന്നും ഫിക്സ് ചെയ്തില്ല എന്ന് വേഗമായി പറയുന്നു, നോട്ട് ഇൻട്രസ്റ്റഡ്. 7. സോഷ്യൽ മീഡിയ സൈലന്റ് ടെസ്റ്റ്. 2-3 ദിവസം നീ സ്റ്റോറി ഇടാതിരിക്കുക. അവർ മെസ്സേജ് വഴി എവിടെ പോയി, എന്താ ന്യൂസ് എന്ന് ചോദിക്കുന്നു, റിയലി ഇൻ ടു യു. ഒന്നും ചോദിക്കുന്നില്ല, ജസ്റ്റ് കാഷ്വൽ. 8. ജലസി മൈക്രോ ടെസ്റ്റ്. കെയർഫുള്ളായി ചെയ്യുക. മറ്റൊരാളെക്കുറിച്ച് കാഷ്വലായി പറയുക. ഇന്നൊരു ഫ്രണ്ട് എന്നെ വിളിച്ചു, അവൻ്റെയോ അവളുടെ മുഖം മാറുന്നു, ചോദ്യങ്ങൾ കൂടുന്നു. ജലസ് ഈക്വൽ ടു അട്രാക്റ്റഡ്. ഓ ശരി എന്ന് മാത്രം പറയുന്നു, നോ അട്രാക്ഷൻ. 9. വോയിസ് ടോൺ ചേഞ്ച്. നിന്നോട് സംസാരിക്കുമ്പോൾ ശബ്ദം കുറച്ച് സോഫ്റ്റ് ആകുന്നു അല്ലെങ്കിൽ ആഴമുള്ളതാകുന്നു, സബ് കോൺഷ്യസ് അട്രാക്ഷൻ. 10. മിറർ ടെസ്റ്റ്. നീ കൈ ഉയർത്തിയാൽ അവർ കൈ ഉയർത്തുന്നു, നീ ചിരിച്ചാൽ അവർ ചിരിക്കുന്നു. മിററിംഗ് ഈക്വൽസ് ടു സ്ട്രോങ് അട്രാക്ഷൻ. ബോണസ് പോയിന്റാണ് 3 സെക്കൻഡ് റൂൾ. ഏറ്റവും ഫാസ്റ്റായി ചെക്ക് ചെയ്യാൻ. നിന്നെ കണ്ടയുടനെ 3 സെക്കൻഡിനുള്ളിൽ പുഞ്ചിരി വരുന്നുണ്ടോ, ഐ കോണ്ടാക്ട് ഉണ്ടോ, ശരീരം നിന്റെ ദിശയിലേക്ക് തിരിയുന്നുണ്ടോ? 3ഉം യെസ് ആണെങ്കിൽ 99% അട്രാക്ഷൻ ഉണ്ട്. എപ്പോൾ കൺഫേമായി മനസ്സിലാക്കാം?
ഈ 10-ൽ കുറഞ്ഞത് 5 കൺസിസ്റ്റന്റ്ലി റിപ്പീറ്റ് ആകുമ്പോൾ അവർ നിന്നിൽ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ നീ കോൺഫിഡന്റായി അടുത്ത സ്റ്റെപ്പ് എടുക്കാം. കോഫി ഇൻവൈറ്റ്, നമ്പർ ചോദിക്കൽ, എക്സെട്ര.